A very good morning to all. Today we are going to discuss regarding attitudes. Apart from motives and emotions, human behavior is also influenced and determined by more enduring dispositions, which includes attitudes and character. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് റിഗാർഡിംഗ് ദിസ് ഇമോഷൻസ് ആൻഡ് ഹ്യൂമൻ ബിഹേവിയേഴ്സ്. സോ ഇത് രണ്ടും മാത്രമല്ല നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. മോട്ടീവ്സും ഇമോഷൻസും മാത്രമല്ല നമ്മൾ ഹ്യൂമൻ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, കൂടാതെ എന്തൊക്കെയാണ് ആറ്റിറ്റ്യൂഡ്സും കൂടിയാണ്. സോ ആറ്റിറ്റ്യൂഡ് ഈസ് നത്തിങ് ബട്ട് മനോഭാവം. നമുക്ക് വേറൊന്നിനോടുള്ള നമ്മുടെ മെൻ്റൽ വ്യൂസിനെയാണ് അല്ലെങ്കിൽ മനോഭാവത്തിനെയാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. These are built up gradually around some aspects of our life, that is motivational, emotional, perceptual and cognitive process. അപ്പോൾ ഇത്രയും മോട്ടിവേഷണൽ, ഇമോഷൻ, പെർസെപ്ഷൻ ആൻഡ് കോഗ്നിറ്റീവ് പ്രോസസ്സ് ഒക്കെ ഈ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. സോ നെക്സ്റ്റ് വി ക്യാൻ മൂവ് ഓൺ മീനിങ് ആൻഡ് നാച്ചർ ഓഫ് ആറ്റിറ്റ്യൂഡ്. Attitude can be either positive or negative evaluation of people, events or anything. Attitude is a predisposition to respond towards some situation. Attitude is a mental readiness or a tendency to react. So, psychologists have defined attitude in many ways. ഇപ്പോൾ മീനിങ് ഒക്കെ ഒരുപാട് തരത്തിൽ കൊടുത്തിട്ടുണ്ട്. Attitudes can be either positive or negative evaluation of people, events or just about anything in the environment. അപ്പോൾ നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് പോസിറ്റീവും ആവാം നെഗറ്റീവും ആവാം. ഒന്നുകിൽ പോസിറ്റീവ് വാല്യൂഷൻ ഓഫ് പീപ്പിൾ ആവാം, അല്ലെ പോസിറ്റീവ് വാല്യൂഷൻ ഓഫ് ഇവൻറ്റ്സ് ആവാം, അല്ലെ പോസിറ്റീവ് വാല്യൂഷൻ ഓഫ് എനിത്തിങ്, എന്തുമാവട്ടെ അതിനോടൊക്കെയുള്ള നമ്മുടെ കാഴ്ചപ്പാട് അല്ലെ മനോഭാവത്തിനെയാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ദാറ്റ് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. Then attitude is a predisposition to respond towards some situation. An attitude of respect towards elder is a positive attitude, whereas an attitude of haters towards a certain community is a negative attitude. പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ആൻഡ് വി റിക്വയർ സർട്ടൻ സെറ്റ് വേസ് ഓഫ് റിയാക്ടിങ് ടു റിലീജിയസ് റിച്വൽസ്, പൊളിറ്റിക്സ് ആൻഡ് സോഷ്യൽ ഇക്വാലിറ്റി, അവർ പാരൻസ് ആൻഡ് ടീച്ചേഴ്സ്, വേരിയസ് റേഷ്യൽ, കമ്മ്യൂണൽ ആൻഡ് റിലീജിയണൽ ഗ്രൂപ്പ്സ്, to people exercising authorities over us and to our colleagues. All these are our attitudes. ഇതെല്ലാം നമ്മളെ ആറ്റിറ്റ്യൂഡാണ്. ഇറ്റ്സ് എ സോർട്ട് ഓഫ് മെൻ്റൽ റെഡിനെസ് അല്ലെങ്കിൽ ഒരു ടെൻഡൻസി, എ ടെൻഡൻസി ടു റിയാക്ട് ടു സർട്ടൻ സിറ്റുവേഷൻ. ദാറ്റ് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. നമ്മൾ ചില സർട്ടൻ സിറ്റുവേഷനിൽ നമ്മൾ റിയാക്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിക്കൊള്ളണം എന്നില്ല, അല്ലേ? ചിലപ്പോൾ അത് നെഗറ്റീവായിട്ട് നമ്മൾ റിയാക്ട് ചെയ്ത് പോകാറുണ്ട്. ദിസ് ഓൾ അബൌട്ട് അവർ ആറ്റിറ്റ്യൂഡ്. ഇത്രയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ്. പിന്നെ ഒരാൾ ഒരു പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലല്ല മറ്റൊരാൾ ആ പ്രോബ്ലം അപ്രോച്ച് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് അവർ ഡിഫറൻസസ് ഇൻ അവർ ആറ്റിറ്റ്യൂഡ്. സോ ഇത്രയാണ് മീനിങ് ആൻഡ് നാച്ചർ ഓഫ് ആറ്റിറ്റ്യൂഡിനെ പറ്റി പറയാനുള്ളൂ. ആറ്റിറ്റ്യൂഡ്സ് ക്യാൻ ബി ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇവാലുവേഷൻ ഓഫ് പീപ്പിൾ, ഇവൻറ്റ്സ് ഓർ എനിത്തിങ്. ആറ്റിറ്റ്യൂഡ് ഈസ് എ പ്രീഡിസ്പോസിഷൻ ടു റെസ്പോണ്ട് ടുവേർഡ്സ് സം സിറ്റുവേഷൻ. ആൻഡ് ആറ്റിറ്റ്യൂഡ് ഈസ് എ മെൻ്റൽ റെഡിനെസ് ഓർ ടെൻഡൻസി ടു റിയാക്ട്. A tendency to react to certain situations. Okay, clear? Then next we can move on definition. So here is a simple definition according to Fishbein and Hudson in 1975. Attitude is learned predisposition to respond in a consistently favorable or unfavorable way towards a certain given object, person or event. സോ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു ലേൺഡ് പ്രീഡിസ്പോസിഷനാണ്. ഒരു നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മളെ കൂടെ വളർന്നു വരുന്ന കുറച്ച് കാര്യങ്ങളാണ്, നമ്മുടെ വാല്യൂസാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ടു റെസ്പോണ്ട് ഓർ ടെൻഡൻസി ടു റിയാക്ട് സർട്ടൻ സിറ്റുവേഷൻസ് ദാറ്റ് മേ ബി ഫേവറബിൾ ഓർ അൺഫേവറബിൾ ടുവേർഡ്സ് എൻ ഒബ്ജക്റ്റ്, a person or an event.
അപ്പോൾ ഇതിനോടൊക്കെ നമുക്ക് ഫേവറബിൾ ആയിക്കോട്ടെ, അൺഫേവറബിൾ ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, നെഗറ്റീവ് ആയിക്കോട്ടെ, അതിനോടൊക്കെ നമുക്ക് റിയാക്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിനെയാണ്, അല്ലെങ്കിൽ റിയാക്ട് ചെയ്യാനുള്ള നമ്മുടെ കഴിവിനെയാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ ആറ്റിറ്റ്യൂഡ് ആർ ലേൺഡ് പ്രീഡിസ്പോസിഷൻ ടു റെസ്പോണ്ട് ഇൻ എ കൺസിസ്റ്റൻ്റ്ലി ഫേവറബിൾ or unfavorable way towards a certain given object, person or event. This is the definition of attitude by Fishbane and Atson in 1975. Next we can see components of attitude. ആറ്റിറ്റ്യൂഡിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്? അപ്പോൾ 3 കമ്പോണൻസ് ആണ് ആറ്റിറ്റ്യൂഡിനുള്ളത്: അഫക്റ്റീവ്, ബിഹേവിയർ ആൻഡ് cognitive component, which are referred to as the ABC of attitude. ആറ്റിറ്റ്യൂഡിൻ്റെ ABC എന്നാണ് നമ്മൾ ഈ ഒരു കമ്പോണൻസിനെ പറയുന്നത്. A for affective, B for behavioral and C for cognitive. The affective componentനെ പറ്റി പറയുകയാണെങ്കിൽ it refers to emotions. ബ്രാക്കറ്റിൽ എഴുതി വെച്ചോ, emotions. It refers to emotions aroused by the object, person or issue. For example, we feel a sense of pity for an old man who looks hungry and desolate. Affectiveനെ പറ്റി പറയുകയാണെങ്കിൽ that is emotion, ഒരു ഇമോഷനാണ്. It's a kind of emotion that is aroused by object, a person or issue. It is due to an object or anything. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ when we saw a old man who looks hungry, then we feel a sense of pity. ഇപ്പോൾ നമ്മളൊരു പാവപ്പെട്ടൊരു മനുഷ്യനെ നമ്മൾ കാണുകയാണ്, ഇങ്ങനെ ഭിക്ഷ യാചിക്കുന്ന ഒരാളെ കാണുകയാണെങ്കിൽ നമ്മൾ അഫക്റ്റീവ് കമ്പോണൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ് എന്താ കരുതുന്നതെന്ന് വെച്ചാൽ ഇമോഷണൽ പ്രോപ്പർട്ടിയാണ് അവിടെ കാണിക്കുന്നത്. അതായത് നമുക്കൊരു സാഡ്നെസ് അല്ലെങ്കിൽ ഒരു പിറ്റി, ഒരു കഷ്ടം ഒക്കെ നമുക്ക് അവരെ കാണുമ്പോൾ തോന്നും. അപ്പോൾ അതാണ് അഫക്റ്റീവ് കമ്പോണൻ്റ് എന്ന് പറയുന്നത്. ദിസ് ഈസ് റെഫേഴ്സ് ടു ഇമോഷൻസ്. ദ നെക്സ്റ്റ് വൺ ഇസ് ബിഹേവിയറൽ കമ്പോണൻറ്റ്, ബ്രാക്കറ്റിൽ റെസ്പോണ്ട്. ദ കമ്പോണൻറ്റ് റെഫേഴ്സ് ടു റെസ്പോണ്ട് ഇൻ എ സർട്ടൻ വേ ഓഫ് ഒബ്ജക്റ്റ് ഓഫ് ദ ആറ്റിറ്റ്യൂഡ്. ഈ ബിഹേവിയറൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു റെസ്പോണ്ടാണ്. അതായത് നമ്മളിപ്പോൾ സെയിം ഓൾഡ് മാനെ നമ്മൾ കണ്ടു, അതിന് ഇമോഷൻ എന്ന് പറയുന്നത്, അഫക്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ കാണിക്കുന്ന ഇമോഷനാണ്. ബിഹേവിയറൽ എന്ന് കാണിക്കുന്നത് നമ്മൾ അവിടെ കാണിക്കുന്ന റെസ്പോണ്ടാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് റെസ്പോണ്ട് ചെയ്യാം ബിഹേവിയറിൽ. വി ക്യാൻ ഗിവ് സം ഫുഡ് ഓർ മണി ടു ദ ഓൾഡ് മാൻ, സെയിം ഓൾഡ് മാൻ. അപ്പം നമ്മളവിടെ നിങ്ങളിപ്പോൾ നടന്നു പോകുമ്പോൾ ഒരു ഭിക്ഷക്കാരനെ കണ്ടു, അയാൾ ഭയങ്കര കഷ്ടം തോന്നുന്ന തരത്തിലുള്ളൊരു ആളാണ് അവിടെ ഇരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നും? നിങ്ങൾക്ക് തോന്നുന്നത്, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇമോഷണലി നിങ്ങൾക്ക് അയ്യോ പാവം എന്ന് തോന്നുകയാണ്. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് യുവർ അഫക്റ്റീവ് കമ്പോണൻറ്റ്. അതാണ് നിങ്ങൾ അഫക്റ്റീവ് കമ്പോണൻറ്റ്, ആറ്റിറ്റ്യൂഡിൻ്റെ അഫക്റ്റീവ് ഭാഗം നിങ്ങൾ ഓക്കെ ആണ്, അല്ലെങ്കിൽ നിങ്ങളത് ചെയ്തു. അപ്പോൾ അതിൻ്റെ ബിഹേവിയറൽ പാർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ അതിന് എന്ത് ചെയ്യുന്നു, നിങ്ങൾ അതിന് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, എങ്ങനെ നിങ്ങളത് പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രതികരിക്കുന്ന രീതി ചിലപ്പോൾ നിങ്ങൾ കുറച്ച് പൈസ കൊടുത്തോ, കുറച്ച് ഫുഡ് മേടിച്ചു കൊടുത്തോ, നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് അവിടെ കാണിക്കാം. അപ്പോൾ ആ കമ്പോണൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബിഹേവിയറൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കൺസിസ്റ്റ് ഓഫ് റെസ്പോണ്ട്. The next one is cognitive component. Cognitive component is made up of beliefs and thoughts. അപ്പോൾ നമ്മളവിടെ കൊഗ്നിറ്റീവ് കമ്പോണൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ തോട്ട്സും ബിലീഫ്സും ഒക്കെ വരുന്നത്. അപ്പം ഇതിൽ നിങ്ങൾ എന്ത് വിചാരിക്കും? ആ ഓൾഡ് മാനെ കാണുമ്പോൾ ഓ ശരിയാണ്, സൊസൈറ്റീസൊക്കെ ഇങ്ങനെ തന്നെയാണ്, നമ്മളെ സൊസൈറ്റിയിൽ ഓൾഡ് മാനെയൊക്കെ നെഗ്ലക്റ്റ് ചെയ്യുകയാണ് എന്നുള്ള കാര്യം നമുക്കപ്പം മൈൻഡിലേക്ക് വരും. അപ്പോൾ ഈ 3 കമ്പോണൻറ്റും ചിലപ്പോൾ എല്ലാവർക്കും ഈ 3 കമ്പോണൻറ്റും ആറ്റിറ്റ്യൂഡ് ഒരുപോലെ ആയിരിക്കണം എന്നില്ല. അപ്പോൾ ഇതാണ് നമ്മളെ കമ്പോണൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് referred to ABC, A for affective, B for behavioral and C for cognitive. And A refers to emotions and B refers to respond and C, cognitive, refers to beliefs or thoughts. So next one is types of attitude. Mainly 2 types of attitude is there. That is explicit attitude or implicit attitude. Explicit attitudes are those that we are consciously aware of. They reflect our values,
beliefs, and deliberate assessment of the world, such as our attitude towards various political groups. Explicit ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഷ്യസ്ലി അവെയർ ചെയ്യുന്ന സാധനങ്ങൾ, നമ്മളാൽ അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരു കാര്യത്തിന് നമ്മളെ വാല്യൂസും ബിലീഫ്സും അങ്ങനെ അസസ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡിനെയാണ് നമ്മൾ എക്സ്പ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. വെറാസ് ഇംപ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡ് ആർ അൺകോൺഷ്യസ്. They reflect positive and negative association accumulated through experience, such as our attitude towards a particular community or religious group. Implicit attitude എന്ന് പറയുന്നത് നമ്മൾ ദിസ് അക്യുമുലേറ്റഡ് ത്രൂ എക്സ്പീരിയൻസിലൂടെയാണ് നമ്മൾ ഇംപ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡ് വരുന്നത്. അപ്പോൾ ഇത് അൺകോൺഷ്യസ്ലി ഉണ്ടാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് അവർ റിലീജിയസ് ഗ്രൂപ്പ്. അതായത് ചിലരൊക്കെ ഇങ്ങനെ പറയും, നമുക്ക് ഇങ്ങനെ മതത്തിനെയും ജാതിനെയും പറ്റി പറയുന്നതൊന്നും ഇഷ്ടമല്ല എന്നൊക്കെ പറയുമെങ്കിലും ആരെങ്കിലും ഒരിക്കൽ പെട്ടെന്ന് ഇങ്ങനെ നമ്മളെ മതത്തിനെ താഴ്ത്തി കെട്ടുന്ന രീതിയിൽ സംസാരിച്ച ചിലവർ, അങ്ങനെ പറയുന്ന ആൾക്കാർ പോലും ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോവാറുണ്ട്. അപ്പോൾ അത് എന്ന് പറയുന്നത് അൺകോൺഷ്യസ്ലി നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു കാര്യമാണ്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കുറേ സ്ഥലത്ത് നമുക്ക് ഈ എക്സ്പ്ലിസിറ്റും ഇംപ്ലിസിറ്റും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട്. ഇറ്റ് ഹാസ് ബീൻ ഒബ്സർവ്ഡ് ദാറ്റ് വെൻ എ പേഴ്സൺ ഈസ് ടയേർഡ് ഹീ ഈസ് മോർ ലൈക്ലി ടു ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇംപ്ലിസിറ്റ്. ഒരു ടയേർഡായിട്ടുള്ളൊരു പേഴ്സൺ കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ് ശരിക്കും ഇംപ്ലിസിറ്റ് ആയിരിക്കും. കാരണം എന്താണ്? അത് അൺകോൺഷ്യസ്ലി ചെയ്യുന്നതാണ്. അയാൾ കോൺഷ്യസ്ലി ചെയ്യുന്നതല്ല, അയാൾ അൺകോൺഷ്യസ്ലി അയാളെ ആറ്റിറ്റ്യൂഡ് എന്താണോ അത് ഇംപ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡാണ്. അത് അൺകോൺഷ്യസ്ലി അയാളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എക്സ്പീരിയൻസ് കൊണ്ടൊക്കെ അയാൾ നേടിയതാണ്. പക്ഷെ അയാൾ ആക്റ്റീവായിരിക്കുന്ന സമയത്ത്, അലേർട്ടായിരിക്കുന്ന സമയത്ത് അയാൾ കാണിക്കുന്ന ആറ്റിറ്റ്യൂഡാണ് എന്ത്? എക്സ്പ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണോ? അതായത് എക്സ്പ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ദോസ് ദാറ്റ് വി ആർ കോൺഷ്യസ്ലി അവെയർ ഓഫ് സംതിങ്. കോൺഷ്യസ്ലി നമ്മൾ എന്തിനെ പറ്റിയിട്ടെങ്കിലും അവെയർ ആവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എക്സ്പ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. വെൻ വൺ പേഴ്സൺ ഈസ് അലേർട്ട് ആൻഡ് മോട്ടിവേറ്റഡ്, ഹിസ് എക്സ്പ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡ് വിൽ ബി ഇൻഫ്ലുവൻസ്ഡ്. എക്സ്പ്ലിസിറ്റ് ആണ് അവിടെ കാണിക്കുന്നത്. ഇംപ്ലിസിറ്റ് എന്ന് പറയുന്നത് അൺകോൺഷ്യസ് ആൻഡ് റിഫ്ലക്ട് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അസോസിയേഷൻ അക്യുമുലേറ്റഡ് ത്രൂ എക്സ്പീരിയൻസ്. അപ്പോൾ 2 ടൈപ്പ് ഓഫ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്, എക്സ്പ്ലിസിറ്റും ഇംപ്ലിസിറ്റും. എക്സ്പ്ലിസിറ്റ് എന്ന് പറയുന്നത് കോൺഷ്യസ്ലി അവെയർ ചെയ്ത് നമ്മൾ ഒന്നിനെതിരെ പ്രതികരിക്കുന്നത്. ഇംപ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാണോ ടയേർഡായിരിക്കുന്നത് അല്ലെ അൺകോൺഷ്യസ്ലി നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അത് പുറത്ത് വരുന്നതാണ് ഇംപ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഫങ്ഷൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ്. നമ്മളെ ആറ്റിറ്റ്യൂഡിൻ്റെ ഈ മനോഭാവത്തിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് നോളജ്, സെൽഫ്, ഈഗോ എക്സ്പ്രസീവ്, അഡാപ്റ്റീവ് ആൻഡ് ഈഗോ ഡിഫെൻസീവ്. ഇപ്പോൾ നോളജ് ഈസ് ആറ്റിറ്റ്യൂഡ്സ് ഓർഗനൈസ് വൺസ് എക്സ്പീരിയൻസ് ആൻഡ് പ്രൊവൈഡ് മീനിങ് ടു ലൈഫ്. ശരിക്കും പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പീരിയൻസിനെ ഓർഗനൈസ് ചെയ്യാനും നമ്മുടെ ലൈഫിനൊരു മീനിങ് കൊടുക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. അതിനെയാണ് നമ്മൾ നോളജ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ആറ്റിറ്റ്യൂഡ് ഓർഗനൈസ് വൺസ് എക്സ്പീരിയൻസ് ആൻഡ് പ്രൊവൈഡ് മീനിങ് ടു ലൈഫ്. നമ്മൾ ഒരാളുടെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അയാൾ എങ്ങനെയാണ് അടുത്ത മൊമെൻറ്റിൽ പ്രതികരിക്കുക, അല്ലെ ഒരു സിറ്റുവേഷൻ വന്നാൽ അയാൾ എങ്ങനെയാണ് പ്രതികരിക്കുക നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമുക്കൊരാളുടെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അയാളുടെ ബിഹേവിയർ മനസ്സിലാക്കാൻ പറ്റും. നോയിങ് എ പേഴ്സൺസ് ആറ്റിറ്റ്യൂഡ് ഹെൽപ്പ് us ടു predict her behavior to some extent. ഒരു പരിധി വരെ നമുക്ക് അയാളുടെ ബിഹേവിയർ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതാണ് നോളജ് ഫങ്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആറ്റിറ്റ്യൂഡ്സ് ഓർഗനൈസ് വൺസ് എക്സ്പീരിയൻസ് ആൻഡ് പ്രൊവൈഡ് മീനിങ് ടു ലൈഫ്. Knowing a person's attitude help us to predict her behavior to some extent. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്റ്റീരിയോ ടൈപ്പിംഗ് ആണ്. The next one is ego expressive.
self-ego expressive, which means attitude helps communicate one's values and beliefs. For example, the slogan on someone's t-shirt or poster in their room may express their attitude. അപ്പം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ആറ്റിറ്റ്യൂഡ്സ് കാരണം നമുക്ക് ഒരാളുടെ ബിഹേവിയർ മനസ്സിലാക്കാൻ പറ്റും, നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ അയാളുടെ വാല്യൂസും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അയാൾ എന്തിനൊക്കെ അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് വാല്യൂസ് കൊടുക്കുന്നുണ്ട്, അയാളുടെ ബിലീവ്സ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ട് വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ദം എഫക്റ്റീവ്ലി. നമുക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും ബൈ നോയിങ് ദ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് അത് അയാൾ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ, സ്റ്റാറ്റസുകൾ, അതുപോലെ ടീഷർട്ടിൽ എഴുതുന്ന ടീഷർട്ടൊക്കെ ഇടൂലേ, പിന്നെ അയാൾ യൂസ് ചെയ്യുന്ന ബാക്കിയുള്ള ടൈപ്സ് ഓഫ് സാധനങ്ങളെന്നൊക്കെ നോക്കിയാൽ നമുക്കത് മനസ്സിലാകാൻ പറ്റും അയാളുടെ ഏകദേശ ആറ്റിറ്റ്യൂഡ്. അതായത് അതിലൂടെയൊക്കെ അയാൾ സമർത്ഥിക്കുന്നത് എന്താണ്, സെൽഫ് എക്സ്പ്രസീവാണ്, അല്ലെ അയാളുടെ ഈഗോ എക്സ്പ്രസീവാണ്. അയാൾ സ്റ്റാറ്റസ് ആയിട്ട് ഇടുന്നതും, ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും സ്റ്റാറ്റസ് ആയിട്ട് ഇടുന്നതും, അതുപോലെ തന്നെ ടീഷർട്ടിൽ എഴുതി വെച്ചിരിക്കുന്ന ടീഷർട്ടിൽ അങ്ങനെ ഇടുന്നതും ഒക്കെ, അതായത് അവരുടെ സെൽഫ് എക്സ്പ്രഷൻസ് ആണ് നമ്മൾ കാണുന്നത്. സോ ദാറ്റ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദം ഈസിലി ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ദം ഇൻ ദാറ്റ് കൈൻഡ് ഓഫ് മാനർ. അതിലൂടെ നമുക്ക് അവരുമായിട്ട് സംവദിക്കാൻ പറ്റും. അപ്പം അതാണ് ഈഗോ എക്സ്പ്രസീവ് എന്ന് പറയുന്നത്. ആറ്റിറ്റ്യൂഡ് ഹെൽപ്സ് കമ്മ്യൂണിക്കേറ്റ് വൺസ് വാല്യൂസ് ആൻഡ് ബിലീഫ്സ്. Then adaptive. Third one is adaptive function. Some attitudes enable people to attain particular desired goals or avoid undesirable result. Some attitudes enable people to attain particular desired goals. നമ്മൾ ചില പർട്ടിക്കുലർ ഗോൾസൊക്കെ നമുക്ക് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് നമ്മളെ ആറ്റിറ്റ്യൂഡ്സ് പ്രാപ്തരാക്കുന്നുണ്ട്. സോ ഇറ്റ്സ് എ അഡാപ്റ്റീവ് ഫങ്ഷൻ. നമുക്ക് ഒരു കാര്യം നേടിത്തരിക ചെയ്യുന്നത് നമ്മളെ ആറ്റിറ്റ്യൂഡ് നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളെ ഡിസൈർഡ് ഗോൾസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമുക്ക് കാർഡിയോവാസ്കുലർ ഡിസീസോ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് നന്നായിട്ടിരിക്കണം എന്നുള്ള ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? നല്ല ഭക്ഷണം കഴിക്കുക, ചീത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. സോ ദേ ക്യാൻ അച്ചീവ് ദെയർ ഗോൾ. അങ്ങനെ അവർക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. അതിനെയാണ് അഡാപ്റ്റീവ് ഫങ്ഷൻ എന്ന് പറയുന്നത്. അവരൊരു കാര്യം നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്, അഡാപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഈഗോ ഡിഫെൻസീവ്. സം ആറ്റിറ്റ്യൂഡ്സ് സെർവ് ടു പ്രൊട്ടക്ട് ദ ഇൻഡിവിജ്വൽ ഫ്രം സൈക്കോളജിക്കലി ഡാമേജിങ് ഇവൻറ്റ്സ്. ചിലപ്പോൾ നമ്മുടെ ഈഗോ ഡിഫെൻസ് മെക്കാനിസത്തിനും ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഗുണകരമാണ്. എങ്ങനെ? നമ്മൾ സൈക്കോളജിക്കലി ഡാമേജിങ് ഇവൻറ്റ്സ് എന്നൊക്കെ, അതായത് അത്രയും ഡിപ്രസ്ഡ് ആവുന്ന സമയങ്ങളിലൊക്കെ നമ്മളെ ആറ്റിറ്റ്യൂഡാണ് നമ്മളെ രക്ഷിക്കുന്നത്. സം ആറ്റിറ്റ്യൂഡ് സെർവ് ടു പ്രൊട്ടക്ട് ദ ഇൻഡിവിജ്വൽ ഫ്രം സൈക്കോളജിക്കലി ഡാമേജിങ് ഇവൻറ്റ്സ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് മോഡലിംഗ് രംഗത്തേക്ക് പോകാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോൾ അത്തരം സാഹചര്യങ്ങളില്ലാതിരിക്കുന്ന സമയത്ത്, അതായത് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് അവിടെ മോഡലിംഗ് ആ മേഖലയിലേക്ക് കടന്നു ചെന്നപ്പോൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുട്ടി മാനസികമായിട്ട് അത്തരം കാര്യങ്ങളോട്, അതായത് ആ കരിയറിൻ്റെ ചെയ്യുന്ന ആൾക്കാരോട് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് കാണിക്കും. അപ്പോൾ അതാണ് നമ്മൾ ഈഗോ ഡിഫെൻസീവ് എന്ന് പറയുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ച ഈഗോ ഡിഫെൻസ് മെക്കാനിസത്തിൽ പെടുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ ഫങ്ഷൻസ് എന്ന് പറയുന്നത് നോളേജ്, സെൽഫ് എക്സ്പ്രസീവ്, അഡാപ്റ്റീവ്, ഈഗോ ഡിഫെൻസീവ്. നോളേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിനൊരു പുതിയ മീനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അതായത് ഒരു ആളുടെ ആറ്റിറ്റ്യൂഡ് നമുക്ക് മനസ്സിലാക്കിയാൽ വി ക്യാൻ നോ ദ, അല്ലെങ്കിൽ വി ക്യാൻ പ്രെഡിക്റ്റ് ഹെർ ബിഹേവിയർ. ദെൻ സെൽഫ് എക്സ്പ്രസീവ് മീൻസ് through this we can attitude help to communicate them properly. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാളുടെ ടീഷർട്ടും അയാളുടെ സ്റ്റാറ്റസും ഒക്കെ അയാളുടെ ആറ്റിറ്റ്യൂഡിനെയാണ് കാണിക്കുന്നത്. ദെൻ അഡാപ്റ്റീവ് മീൻസ് വി ക്യാൻ അഡാപ്റ്റ്
certain ന്യൂ സിറ്റുവേഷൻസ്, പുതിയ സിറ്റുവേഷൻസുമായിട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആറ്റിറ്റ്യൂഡ് സഹായിക്കുന്നുണ്ട്. ഈഗോ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് ദിസ് പ്രൊട്ടക്റ്റ് ദ ഇൻഡിവിജ്വൽ ഫ്രം ഡിപ്രഷൻ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അതാണ് ഈഗോ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ദിസ് ഓൾ അബൌട്ട് ഫങ്ഷൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ്സ്. നെക്സ്റ്റ്, ഡെവലപ്മെൻറ്റ് ഓഫ് ആറ്റിറ്റ്യൂഡ്. ഡെവലപ്മെൻറ്റ് ഓഫ് ആറ്റിറ്റ്യൂഡ് എവിടെ നിന്നൊക്കെയാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുന്നത്? എവിടെ നിന്നൊക്കെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഫ്രം ഫാമിലിയിൽ നിന്ന്, പിയർ ഗ്രൂപ്പ്സിൽ നിന്ന്, നമ്മൾ സ്കൂൾസ് ലൈഫിൽ നിന്ന്, കോളേജ് ലൈഫിൽ നിന്ന്, ഫാക്ച്വൽ നോളേജ്, മാസ് മീഡിയ, പ്രൊപ്പഗണ്ടാസ്, പേഴ്സണൽ എക്സ്പീരിയൻസ് ആൻഡ് സൊസൈറ്റിയിൽ നിന്ന്. അപ്പോൾ ഇവിടെ നിന്നൊക്കെയാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ബിഹേവിയർ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ആരൊക്കെ സഹായിക്കുന്നുണ്ടോ അവരൊക്കെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആറ്റിറ്റ്യൂഡ് ആർ നോട്ട് ഇന്നേറ്റ്. ഒരു ഇന്നേറ്റ് കപ്പാസിറ്റി അല്ല, നമ്മൾ ജനിച്ചപ്പോൾ മുതൽ നമ്മളെ കൂടെ വന്നതല്ല. ഓർ അൺലേൺഡ്. ദിസ് ആർ നോട്ട് അൺലേൺഡ്. നമ്മൾ ഇത് പഠിക്കുന്നതാണ്, നമ്മൾ ആയി പോകുന്നതാണ്. സൈക്കോളജി, ദീസ് ആർ അക്വേർഡ് ബൈ ഐദർ ആക്റ്റീവ്ലി ബൈ മേക്കിംഗ് ആൻ എഫേർട്ട് ഓർ പാസീവ്ലി ബൈ അബ്സോർബിങ് ദം ഫ്രം സോഷ്യൽ എൻവയോൺമെൻറ്റ്. നമ്മളിതൊക്കെ പഠിച്ചെടുക്കുന്ന സാധനമാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നമ്മളെ ഫാമിലിയിൽ നിന്നും അതുപോലെ തന്നെ സ്കൂൾസിൽ നിന്നുമൊക്കെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നൊക്കെ. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ആറ്റിറ്റ്യൂഡ് ബിഗിൻസ് ഡെവലപ്പ് ഇൻ ചൈൽഡ്ഹുഡ്. ഈ നമ്മൾ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുന്നത് ചൈൽഡ്ഹുഡ് മുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ ഫാമിലി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടർ തന്നെയാണ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുന്നതിന്. So that we can learn how to interact with the pupil by first interacting with our parents. നമ്മൾ ആദ്യമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് നമ്മളെ പാരൻസിൻ്റെ അടുത്താണ്. അതിലൂടെയാണ് നമ്മൾ എങ്ങനെയാണ് ബാക്കിയുള്ളവരോട് ബിഹേവ് ചെയ്യേണ്ടതെന്ന് അവർ പഠിപ്പിച്ചിരുന്നത്. ഇപ്പോൾ ഒരു ബഹുമാനവും ഇല്ലാതെ പാരൻസിനോട് സംസാരിക്കുന്ന സമയത്ത് അവർ നമ്മളോട് പറയാറുണ്ട്, അല്ലേ? നിങ്ങളോട് പറയാറുണ്ട് എന്ത്? ഇങ്ങനെ പറയരുത്, ഇങ്ങനെ പറയണം, മുതിർന്നവരോട് ഇങ്ങനെ സംസാരിക്കണം, ഇന്ന രീതിയിൽ ബിഹേവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാവർക്കും റെസ്പെക്റ്റ് കൊടുക്കണം എന്നും ഇങ്ങനെ നമ്മളെ പാരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം എന്നും ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് ഫാമിലിയിൽ നിന്നാണ്. അതുപോലെ നമ്മൾ ഓരോ സോഷ്യൽ ഇൻഫ്ലുവൻസ് ആണെങ്കിൽ ആറ്റിറ്റ്യൂഡ്സ് ക്യാൻ ബി സ്ട്രെങ്തൻഡ് ബൈ സ്ട്രെങ്തൻഡ് ബൈ സൊസൈറ്റീൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് അല്ലെ പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് കൊണ്ട് വി ക്യാൻ സ്ട്രെങ്തൻഡ് അവർ ആറ്റിറ്റ്യൂഡ്സ്. ഇത്രയാണ് ഡെവലപ്മെൻറ്റ് ഓഫ് ആറ്റിറ്റ്യൂഡിനെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് ഈസ് ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡും ബിഹേവിയറും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിഫ്ലക്ഷൻ ഓഫ് പേഴ്സൺസ് ഇന്നർ തോട്ട്സ് ആൻഡ് ഫീലിങ്സ്, വൈൽ ബിഹേവിയറലിസ്റ്റ് യൂഷ്വലി ദ ഔട്ട്വേർഡ് എക്സ്പ്രഷൻ ഓഫ് ആറ്റിറ്റ്യൂഡ്. നമ്മളെ ബിഹേവിയർ എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡിൻ്റെ ഔട്ട്വേർഡ് എക്സ്പ്രഷനാണ്. അതാണ് നമ്മൾ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും തമ്മിലുള്ള ബന്ധം. An attitude is the reflection of a person's inner thoughts and feelings, while behavior is usually the outward expression of attitude. Social psychologists once believed that they could predict someone's behavior by knowing his attitude. നമുക്കൊരാളുടെ ആറ്റിറ്റ്യൂഡ് അറിഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ആറ്റിറ്റ്യൂഡ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയാളുടെ ബിഹേവിയർ അറിയാൻ പറ്റും. പക്ഷെ വേറൊരു കാര്യമുള്ളത്, ഇറ്റ്സ് ലൈക്ക് എൻ ഐസ്ബർഗ്. ഒരു ഐസ്ബർഗ് പോലെയാണ് നമ്മൾ ആറ്റിറ്റ്യൂഡും എൻ്റെ അകത്തുനിന്ന് ബിഹേവിയർ കാണുന്നത്. അതായത് ഐസ്ബർഗിൻ്റെ ഏറ്റവും മേലത്തെ ഒരു ചെറിയ ഭാഗം, ഒരു പോർഷൻ മാത്രമേ നമ്മൾ കാണുള്ളൂ. പക്ഷെ എന്തായിരിക്കും ആക്ച്വലി അതിൻ്റെ അടിയിലേക്ക് നിറയെ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഈ ബിഹേവിയറാണ് വാട്ട് അതേഴ്സ് ക്യാൻ സീ, ബാക്കിയുള്ളവർ കാണുന്നത്. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അൺനോൺ ടു അതേഴ്സ്, അത് വേറെ ആരും കാണില്ല, നമ്മൾ മാത്രം, അതായത് ഇൻഡിവിജ്വലിന് മാത്രമേ ആ ഒരു കാര്യം അറിയാൻ പറ്റുള്ളൂ. നമ്മളെങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ള കാര്യം വെച്ചിട്ടാണ് ബാക്കിയുള്ളവർ നമ്മളെ ബിഹേവിയറിനെ വിലയിരുത്തുന്നത്. പക്ഷെ ബാക്കിയുള്ള നമ്മളെ ആറ്റിറ്റ്യൂഡൊന്നും ആരും കാണാൻ പോകുന്നില്ല. നമ്മളത് ബിഹേവിയറിലൂടെ കാണിച്ചാൽ മാത്രമേ അവർ കാണുള്ളൂ.
സോ നെക്സ്റ്റ് വൺ ഇസ് അസസ്മെൻറ്റ് ഓഫ് ആറ്റിറ്റ്യൂഡ്. നമുക്ക് എങ്ങനെ നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ അളക്കാം? അതിൽ കുറച്ച് വഴികളുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ഡയറക്റ്റ് മെത്തേഡ് ആൻഡ് ഇൻഡയറക്റ്റ് മെത്തേഡ്. അങ്ങനെ രണ്ട് മെത്തേഡാണുള്ളത്, ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും. അതിൽ ഡയറക്റ്റ് മെത്തേഡ് ഈസ് കൺസിസ്റ്റ് ഓഫ് ഡയറക്റ്റ് ക്വസ്റ്റ്യനിങ് ആൻഡ് സ്കെയിലിംഗ് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡിൽ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിങ്ങും സ്കെയിലിംഗ് മെത്തേഡും ആണുള്ളത്. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ആറ്റിറ്റ്യൂഡ് അസസ് ചെയ്യേണ്ട ആളും, അതായത് മെൻ്റലി എന്തെങ്കിലും ചാലഞ്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവരുമായിട്ട് ഡയറക്റ്റ് ഒരു ഇൻ്റർവ്യൂ പോലെയോ ഒരു ക്വസ്റ്റ്യനെയർ പോലെയോ നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡയറക്റ്റ് ക്വസ്റ്റ്യനിങ് ആൻഡ് സ്കെയിലിംഗ് മെത്തേഡ്. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യനിങ് മീൻസ് ഇറ്റ് മെ നോട്ട് ബി എഫക്റ്റീവ് ഇഫ് ദ ടോപ്പിക് സ്റ്റഡീഡ് ഇസ് കോൺട്രോവേഴ്സിയൽ സിൻസ് പീപ്പിൾ മെ നോട്ട് എക്സ്പ്രസ് ദെയർ ഒപ്പീനിയൻ ഫ്രീലി. Direct questioning helps us ascertain whether an individual has a favorable or unfavorable attitude but cannot help to assess the intensity of the attitude. Direct questioning may not be effective if the topic studied is controversial. അതായത് പ്രീമറൈറ്റൽ സെക്സ് പോലെയുള്ള അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, കോൺട്രോവേഴ്സീസ് ഉള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇത്തരം ആൾക്കാർ അവരുടെ ഒപ്പീനിയൻ പറയില്ല. അതായത് ഇപ്പോൾ ഒരു ഡിപ്രഷനായിട്ടുള്ളൊരു കുട്ടീനെ കൊണ്ടുവന്നു, അപ്പോൾ അവളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ കുട്ടിക്ക് എന്താണ് പ്രോബ്ലം എന്ന് നമുക്ക് അറിയണമെങ്കിൽ വി ഷുഡ് നോ അബൌട്ട് ഹെർ ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സൈക്കോളജിസ്റ്റ് എന്ത് ചെയ്യും? അവരുടെ ആറ്റിറ്റ്യൂഡ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അതായത് ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും ഉണ്ട്. ഡയറക്റ്റ് മെത്തേഡിലാണ് നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അതായത് കുട്ടീനെ നമ്മളെ മുമ്പിൽ കൊണ്ടിരുത്തും, സൈക്കോളജിസ്റ്റ് മുമ്പിലിരിക്കും, എന്നിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യനിങ് ചോദിക്കും, കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ നമുക്ക് കുറേ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ആറ്റിറ്റ്യൂഡിനെ പറ്റി ഏകദേശം ഒരു അറിവുണ്ടാവും. പക്ഷേ നമുക്ക് പ്രീമറൈറ്റൽ സെക്സ് സംബന്ധിച്ചുള്ള ആ കുട്ടിക്ക് ഇപ്പോൾ സെക്ഷൽ അബ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ മേ ബി അത് തുറന്ന് പറയണം എന്നില്ല. അപ്പം അത്തരം സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യും? ഈ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യനിങ് നമുക്ക് അവരുടെ ഒരു എഫക്റ്റീവായിട്ട് അവരുടെ ആറ്റിറ്റ്യൂഡ് അറിയാൻ പറ്റില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യനിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ ഇസ് സ്കെയിലിംഗ് മെത്തേഡ്. സോ ഇൻ സ്കെയിലിംഗ് മെത്തേഡ് ഇറ്റ് ഈസ് to assess the degree of attitude possessed by persons and to be able to study a large number of people. ഇത് നേരത്തെ നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യനിങ് എന്ന് പറയുന്നത് ഒരാളോട് മാത്രം അറ്റ് എ ടൈം നമ്മൾ ഇൻ്റർവ്യൂ മോഡലിൽ ചോദിക്കുന്നതായിരുന്നു. പക്ഷേ സ്കെയിലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരുപാട് പേഴ്സൺസിനെ അറ്റ് എ ടൈം നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റുന്നതാണ് സ്കെയിലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. However, attitude scales have a drawback of social desirability, which refers to the fact that people come up with socially desirable responses that make them appear well adjusted. So it consists of Likert scale, Thurston scale, Goodman's scale and semantic techniques. അപ്പോൾ ലൈക്കർട്ട് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് എ വൈഡ്ലി യൂസ്ഡ് ആറ്റിറ്റ്യൂഡ് സ്കെയിൽ. ഒരു വൈഡ്ലി യൂസ്ഡ് ആറ്റിറ്റ്യൂഡ് സ്കെയിലാണ്. ടിപ്പിക്കലി എ സെറ്റ് ഓഫ് അബൌട്ട് 30 സ്റ്റേറ്റ്മെൻറ്റ് ആർ പ്രിപ്പയർഡ് ഓൺ എ ടോപ്പിക്, ബോത്ത് ഫോർ ആൻഡ് അഗെയിൻസ്റ്റ് ദ ടോപ്പിക്. അപ്പോൾ ലൈക്കർട്ട് സ്കെയിലാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സ്കെയിൽ എന്ന് പറയുന്നത്. ഇതിനകത്ത് 30 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും. ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് 30 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും. അതിനോട് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളതും അനുയോജിക്കുന്നതുമായിട്ടുള്ള കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. എല്ലാം നമ്മൾ അതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ളതും അല്ല, എല്ലാം നമ്മൾ അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ടതും അല്ല ഉള്ളത്. അപ്പം അത് രണ്ടും, അതായത് ബോത്ത് ഫോർ ആൻഡ് എഗെയിൻസ്റ്റ് ദ ടോപ്പിക്. ദ സബ്ജക്റ്റ് റേറ്റ്സ് ഈച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഓൺ എ 5 or 7 point സ്കെയിൽ. അതായത് ഒന്നുകിൽ നമ്മളൊരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും, എന്നിട്ട് അവർക്ക് ആ സ്റ്റേറ്റ്മെൻറ്റിനൊരു 5 or 7 point സ്കെയിലും കൊടുക്കും. അത് അവർക്ക് ടിക്കിട്ട് പോവാം. ഒന്നുകിൽ അത് സ്ട്രോങ്ലി എഗ്രി, ഡിസഗ്രി, സ്ട്രോങ്ലി ഡിസഗ്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കെയിലോ, അല്ലെങ്കിൽ അത് 7 എണ്ണാക്കിയിട്ടില്ല. ഗുഡ്, വെരി എക്സ്ട്രീംലി ഗുഡ്, വെരി ഗുഡ്, എക്സ്ട്രീംലി ബാഡ്, വെരി ബാഡ്,
എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളില്ലേ. അപ്പം അങ്ങനത്തെ പോയിന്റ് സ്കെയിൽസ് കൊടുത്തിട്ട് അതിനോട് അവർക്ക് ടിക്ക് ഇടാൻ പറയാം. അവർക്ക് എന്താണോ ആ സ്റ്റേറ്റ്മെൻറ്റിനെ അപ്രോച്ച് ചെയ്യാൻ തോന്നുന്നത്, എങ്ങനെയാണോ അവിടെ ടിക്ക് ചെയ്യാൻ പറയാം. എന്നിട്ട് അവസാനം നമ്മൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഓരോ സ്കോറും ആഡ് ചെയ്ത് ഫൈനലി നമ്മൾ അവർക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ട് നോക്കിയിട്ട് അതിനനുസരിച്ചാണ് നമ്മൾ അവരെ ആറ്റിറ്റ്യൂഡ് വിലയിരുത്തുന്നത്. അതാണ് ലൈക്കേർട്ട് സ്കെയിൽ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ വൈഡ്ലി യൂസ്ഡ് ആറ്റിറ്റ്യൂഡ് സ്കെയിൽ. ടിപ്പിക്കലി എ സെറ്റ് ഓഫ് അബൌട്ട് 30 സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ പ്രിപ്പയർഡ് ഓൺ എ ടോപ്പിക് ബോത്ത് ഫോർ ആൻഡ് അഗെയിൻസ്റ്റ് ദ ടോപ്പിക്. The subject rates each statement on a 5 or 7 point scale, that is strongly agree, undecided, disagree, strongly disagree. ചിലപ്പോൾ അത് 5 ഇതിപ്പോൾ 5 ഡിഗ്രി ആണ്, ഇനി 7 പോയിൻറ്റ് സ്കെയിലും ചെയ്യാം. എന്നിട്ട് അവസാനം ഇതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവർക്കുള്ള മാർക്ക് കൊടുത്തിട്ട് അങ്ങനെ അവരുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതാണ് ലൈക്കേർട്ട് സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഡയറക്റ്റ് മെത്തേഡിൻ്റെ അകത്ത് വരുന്നതാണ്. പിന്നെ തേഴ്സ്റ്റൺ സ്കെയിലും ഉണ്ട്, ഗുഡ്മാൻ സ്കെയിലും ഉണ്ട്, സെമാൻറ്റിക് ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ്. പിന്നെ ഇത്രയൊക്കെയാണ് നമ്മൾ ഡയറക്റ്റ് മെത്തേഡിൽ പറയുന്നത്. ഡയറക്റ്റ് മെത്തേഡിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യനിങ്ങും സ്കെയിലിംഗ് മെത്തേഡും ഉണ്ട്. ദെൻ ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു പ്രൊജക്റ്റീവ് ടെസ്റ്റാണ്. ഇതൊരു ഇൻ്റർവ്യൂ പോലെയല്ല, ഒരു പ്രൊജക്റ്റീവ് ടെസ്റ്റാണ്. ഒരു പിക്ചറോ വേർഡ്സോ ഒക്കെ കാണിച്ചിട്ട് അവരുടെ ആറ്റിറ്റ്യൂഡ് ഇൻ്റർപ്രിറ്റ് ചെയ്യാം. ആ ഒരു നോൺ വെർബൽ മെഷറാണ്. ഫേഷ്യൽ എക്സ്പ്രഷൻസൊക്കെ ഒരു പിക്ചർ കാണിക്കും. ഇപ്പോൾ ഒരു ആളൊരു കൊല ചെയ്തു, അയാൾ പക്ഷെ ആരോടും ഒന്നും പറയുന്നില്ല എങ്കിൽ നമ്മൾ ഒരുപാട് പിക്ചേഴ്സ് അയാളെ കാണിച്ചു കൊടുക്കും. അങ്ങനെ ഓരോ പിക്ചേഴ്സ് മാറി മാറി വരുമ്പോൾ അയാളുടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ വരുന്ന ഭാവമാറ്റങ്ങൾ ശ്രദ്ധിച്ചിട്ട് എന്താണ് അയാൾ അവിടെ ചെയ്യാനുണ്ടായ മോട്ടീവ് എന്നൊക്കെ നമുക്ക്, അല്ലെങ്കിൽ അയാളുടെ ആറ്റിറ്റ്യൂഡൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആറ്റിറ്റ്യൂഡിനെ പറ്റി പറയാനുള്ളത്. സോ ദ ടേം ആറ്റിറ്റ്യൂഡ് ആസ് വെൽ ആസ് ദ കൺസെപ്റ്റ് ഓഫ് ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ ആൻഡ് ആറ്റിറ്റ്യൂഡ് ചേഞ്ച് കൺസിസ്റ്റ് ഓഫ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഫീൽഡ് ദാറ്റ് ഈസ് സോഷ്യൽ സൈക്കോളജി. സോഷ്യൽ സൈക്കോളജിയിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ്, അതായത് സൊസൈറ്റി നല്ല രീതിയിൽ, നമ്മൾ സൊസൈറ്റീനെയൊക്കെ നല്ല രീതിയിൽ പോകണമെങ്കിൽ, അല്ലെങ്കിൽ എല്ലാവരുടെ ആറ്റിറ്റ്യൂഡും നന്നായിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള കുറേ ടെസ്റ്റുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പലരുടെയും ആറ്റിറ്റ്യൂഡ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ സോഷ്യൽ സൈക്കോളജിയിൽ ഇത് വലിയൊരു പ്രാധാന്യമാണുള്ളത്. ഇപ്പോൾ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരൊക്കെ ആണെങ്കിലും പല നമ്മളെ കേസുകളും, പിന്നെ അതുപോലെ മെൻ്റൽ ഡിസബിലിറ്റീസ് ഒക്കെ ഉള്ളവരുടെയൊക്കെ പ്രോബ്ലംസും ആറ്റിറ്റ്യൂഡ്സിലൂടെ നമുക്ക് ആറ്റിറ്റ്യൂഡ്സ് ചേഞ്ച് ചെയ്യുന്നതിലൂടെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഇത്രയൊക്കെയാണ് നമുക്ക് ആറ്റിറ്റ്യൂഡ്സിനെ പറ്റി പറയാനുള്ളത്. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.